ഹായ് സുഹൃത്തുക്കളെ, കണ്ണൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചുണ്ടച്ചെടിയിൽ തക്കാളി, മുളക് ചെടികൾ എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ ചാനലിൽ വഴുതനച്ചെടി ചുണ്ടയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കണം എന്നുള്ളവർ ആ വീഡിയോ പോയി നോക്കുകയാണെങ്കിൽ വഴുതന ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കൃത്യമായി തന്നെ അതിൽ കാണിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് തക്കാളിയും പച്ചമുളകും എങ്ങനെയാണ് ചുണ്ടയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്നാണ്. അതിന് നമുക്ക് ആവശ്യം ഇതുപോലത്തെ ഒരു പച്ചമുളകിൻ്റെ കമ്പ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കാന്താരിയുടെയോ മറ്റെന്തിൻ്റെ വേണമെങ്കിലും കമ്പുകൾ എടുക്കാം. ഇതൊരു തക്കാളിയുടെ കമ്പാണ്. അത് പറിച്ച് നമ്മൾ അതിൻ്റെ ഇലയെല്ലാം റിമൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഇലകളെല്ലാം റിമൂവ് ചെയ്ത് കളയണം. അതിനുശേഷം ഇത് ചുണ്ടയാണ്. നിങ്ങളുടെ നാട്ടിലേക്ക് കാണും ചുണ്ടങ്ങ എന്നൊക്കെ വിളിക്കുന്ന ചെടിയാണ്. ഇത് വളരെ പ്രതിരോധശേഷിയും അതുപോലെ തന്നെ കുറേ ഗുണങ്ങളുള്ളൊരു ചെടിയാണ്, കാട്ടുചെടിയാണ്. നമ്മൾ ഈ ചുണ്ടയിലാണ് ഈ തക്കാളി, വഴുതന, മുളകിനങ്ങൾ, വെണ്ട അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതേ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വളരെ ദീർഘകാലം വിളവ് കിട്ടും. അതുപോലെ ദ്രുതവാട്ടം അതുപോലുള്ള കുറേ അസുഖങ്ങളെ ചെറുക്കാനുള്ള കഴിവും ഒക്കെ ചുണ്ടയ്ക്കുണ്ട്. അതാണ് നമ്മൾ ചുണ്ടയിൽ ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത വഴുതനയാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ കിളിർത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുൻ വീഡിയോയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതായത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ഈ വളർച്ച എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ആ വീഡിയോ കാണുവാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ അതുപോലെ സ്റ്റാമ്പ് സയോൺ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് ഒരു 6 ഇഞ്ച് നീളത്തിന്. ഇപ്പം ആദ്യം നമ്മൾ ചെയ്യുന്ന മുളകിൻ്റെ ഇതാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഒരു മുളകിൻ്റെ കമ്പ് ഒരു 6 ഇഞ്ച് നീളത്തിനെടുത്ത ശേഷം നമ്മൾ അതിൻ്റെ 2 സൈഡും ചെത്തി ആപ്പ് പോലെ ആക്കുന്നു. ഈ ചെത്തുന്ന ഭാഗത്ത് ഒരു കാരണവശാലും നമ്മൾ കൈകൊണ്ട് തൊടരുത്. അതുപോലെ കൈ ആദ്യം തന്നെ നല്ലവണ്ണം സാനിറ്റൈസറൊക്കെ തൂത്ത ശേഷം ഗ്രാഫ്റ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഭാഗം ഇതുപോലെ ഒന്ന് പിളർത്തുക. ഇത് വി ഗ്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. അതിന് ശേഷം ആ പിളർപ്പിലേക്ക് നമ്മൾ ചെത്തിയ ആ സയോൺ അങ്ങോട്ട് ഇറക്കി വെക്കുക. കൃത്യമായ അളവിൽ ഇറക്കി വെച്ചേച്ച് അത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, 2 കമ്പ് ഏകദേശം ഒരേ വണ്ണത്തിലെടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെത്തി ഇറക്കുന്ന ആ കമ്പിൻ്റെ ഏതെങ്കിലും ഒരു വശമെങ്കിലും 2ൻ്റെ ഒരുപോലെ നിൽക്കുന്ന രീതിയിൽ വെച്ചേച്ച് വേണം നമ്മൾ ഈ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ചുറ്റാൻ. അതായത് തൊലിയും ഒരുപോലെ വരുന്ന രീതിയിൽ. ഇതതിൻ്റെ മുളകിൻ്റെ തന്നെ ബാക്കി ഭാഗമാണ്. അത് നമ്മൾ അതിലേക്ക് ചുണ്ടയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുകയാണ്. ഈ സെയിം രീതി തന്നെ ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന ബഡ്ഡിങ് ടേപ്പ് അല്ല ഗ്രാഫ്റ്റിംഗ് ടേപ്പ് എന്ന് പറയുന്ന ആ പ്ലാസ്റ്റിക് കൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ചുറ്റി കൊടുക്കുവാണ്. അത് വെള്ളം ഇറങ്ങാതിരിക്കാനും ഇത് തമ്മിൽ ചേർന്ന് നിൽക്കാനും മറ്റ് കീടങ്ങളൊന്നും അകത്തേക്ക് വരാതിരിക്കുക, അങ്ങനെ പല കാരണങ്ങളും കൊണ്ടാണ് നമ്മൾ ഈ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലേ, ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണമൊക്കെ ഈ രീതിയിൽ കട്ട് ചെയ്തിട്ടും എടുത്ത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെയ്യാൻ വളരെ എളുപ്പം ഗ്രാഫ്റ്റിംഗ് ടേപ്പാണ്. കാരണം അതെന്നു വെച്ചാൽ നമ്മൾ വലിക്കുന്നതനുസരിച്ച് അത് നീണ്ടു വരും. അപ്പോൾ അത്രയും ടൈറ്റായിട്ട് നമുക്കത് ചുറ്റിയെടുക്കാൻ പറ്റും. മുളകിനും വഴുതനയ്ക്കൊക്കെയാണ് നമുക്ക് അത്യാവശ്യം ടൈറ്റിൽ തന്നെ ഇതുപോലെ ചുറ്റിയെടുക്കാം. പക്ഷെ തക്കാളി ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ടൈറ്റ് ചെയ്യരുത്. കാരണം തക്കാളിയൊക്കെ വളരെ മൃദുലമായ കാമ്പായതുകൊണ്ടൊരു മീഡിയം രീതിക്ക് ചുറ്റിയെടുത്താൽ മതി. ഇതിപ്പോൾ നമ്മളൊരു തക്കാളിയുടെ കമ്പാണ് എടുക്കുന്നത്. തക്കാളി നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ തന്നെ വഴുതനയും മുളകും ഒക്കെ ചെയ്ത രീതിയിൽ തന്നെയാണ് 2 സൈഡുകളും ആപ്പ് പോലെ ചെത്തിയ ശേഷം റൂട്ട് സ്റ്റോക്കിലൊരു പിളർപ്പുണ്ടാക്കി അതിലേക്ക് ഇറക്കി വെച്ചാൽ മതി. പക്ഷേ തക്കാളി മാത്രം നമ്മൾ ബഡ്ഡിംഗ് ടേപ്പ് ചുറ്റുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് ചുറ്റുക. അതായത് ഒത്തിരി ബലം കൊടുത്ത് ചുറ്റാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അതുപോലെ ഗ്രാഫ്റ്റിങ്ങിൽ നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾ 1ഉം 2ഒന്നുമല്ല വളരെ എണ്ണം ചെയ്തു നോക്കുക. കാരണം ആദ്യമൊക്കെ ചെയ്യുമ്പോഴത്തേനും മിക്കതും നമ്മൾ ചെയ്യുന്ന പിടിക്കാനൊക്കെ സാധ്യത കുറവാണ്. അപ്പോൾ കുറേ എണ്ണം അധികം ചെയ്തു നോക്കുമ്പോൾ അതിലേതെങ്കിലുമൊക്കെ പിടിക്കും. പക്ഷെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാം തന്നെ പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് ധൈര്യമായി തന്നെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കൂടുതൽ എണ്ണം ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്ത ശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ആ പ്ലാസ്റ്റിക് കവർ ഒന്ന് നനച്ച ശേഷം കുടഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞേച്ച് ഇതുപോലെ ഇട്ടൊന്ന് മൂടി കെട്ടുക. അതായത് അതിനകത്തൊരു ഹ്യൂമിഡിറ്റി നിൽക്കണം, ഇല്ല നമ്മുടെ കമ്പ് ഉണങ്ങിപ്പോകും. അതിലെ ജലാംശം നിൽക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഈ കവറെടുത്ത് മാറ്റാം, കുഴപ്പമൊന്നുമില്ല.